എല്ലാവർക്കും അലീനയുടെ മനുവിന് നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയാണ് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഒരുപാട് താമസിച്ചു പോയി, ജോലി തിരക്കുകൊണ്ടാണ്. അപ്പോൾ നാളത്തെ അലീനയുടെ മനുവിന്റെ വിശേഷത്തിലേക്ക് വരുമ്പോൾ അലീനയെക്കുറിച്ചുള്ള സത്യങ്ങൾ ബാലചന്ദ്രൻ ശിവന്റെയും അതുപോലെ തന്റെ ബന്ധുക്കളുടെയും മുൻപിൽ വെളിപ്പെടുത്തുന്ന ഒരു ത്രില്ലിംഗ് എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. അങ്ങനെ അലീന ആരാണ് എന്ന സത്യം ശിവനോട് പറയുമ്പോൾ ശിവൻ തല കുമ്പിട്ട് ബാലചന്ദ്രന്റെ മുൻപിൽ സാഷ്ടാംഗം നമിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വലിയൊരു ചർച്ചയിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് അലീനയെ കുറിച്ചുള്ള സത്യങ്ങൾ ബാലചന്ദ്രൻ പറയേണ്ടി വരുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എന്റെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ ചില സത്യങ്ങൾ ഞാൻ തുറന്നു പറയേണ്ടി വരും എന്ന് അലീനയോട് പറയുന്നുണ്ട്. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ സത്യങ്ങളെല്ലാം വെളിപ്പെടുന്ന ഒരു ദിവസമാട്ടോ. ബാലചന്ദ്രനോട് ചില ചോദ്യങ്ങൾ ശിവൻ ചോദിക്കുമ്പോൾ ശിവന് നേരെ ചില ചോദ്യങ്ങൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. വൈജയന്തിയെ കുറിച്ചുള്ള 22 വർഷങ്ങൾക്ക് മുമ്പുള്ള വൈജയന്തിയുടെ ചരിത്രങ്ങൾ ചോദിക്കുമ്പോൾ ബാലചന്ദ്രനോട് ശിവൻ പറയുന്നുണ്ട്, എന്തിനാണ് ബാലചന്ദ്ര പഴയ കാലത്തെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത്, നമുക്കിപ്പോൾ അലീന വിഷയത്തിലേക്ക് കടന്നു വരാമെന്ന് പറയാം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, വൈജയന്തി 22 വർഷങ്ങൾക്ക് മുമ്പ് ഗംഗേട്ടന്റെ കൂടെ ആഗ്രയിൽ പോയ കാര്യവും അതുപോലെ അവിടെ വെച്ച് വൈജയന്തിക്ക് ചില പ്രണയബന്ധങ്ങളില്ലായിരുന്നോ, ചില വ്യക്തികളുമായിട്ട് ബന്ധമില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ താൻ ഇടനിലക്കാരായി കൂട്ടിക്കൊണ്ടുവന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുൻപിലും അതുപോലെ തന്റെ ബന്ധുക്കാരുടെ മുൻപിലും ചൂളിപ്പോകുന്ന ശിവനെയാണ് കാണുന്നത്. അപ്പൊ ശിവൻ ചില സത്യങ്ങൾ മറച്ചു വെക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അത് നാളെ നമ്മുടെ ബാലചന്ദ്രൻ പൊട്ടിക്കുകയാട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ചോദ്യങ്ങൾക്ക് മുൻപ് വേർത്ത് നിൽക്കുന്ന ശിവനോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളുടെ സഹോദരി 22 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു വ്യക്തിയുമായിട്ട് പ്രണയത്തിലാകുകയും അങ്ങനെ നിങ്ങളുടെ സഹോദരി ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും അവളെ നിങ്ങളെല്ലാവരും കൂടി ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുകയും അങ്ങനെ നിങ്ങളുടെ സഹോദരന് എന്റെ തലയിൽ കെട്ടിവെച്ച ചരിത്രങ്ങളും നിങ്ങളൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ വേർത്ത് നിൽക്കുന്ന ശിവനെ മാത്രമേ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുള്ളൂ. ഈ സമയത്ത് ചില ദേഷ്യഭാവങ്ങളൊക്കെ ശിവൻ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബാലചന്ദ്രന്റെ മുൻപിൽ മുട്ടുമടക്കി തോറ്റു നിൽക്കുന്ന ശിവനെയാണ് നമ്മൾ കാണുന്നത്. അതേസമയം തങ്ങളുടെ ഇടനിലക്കാരായി വന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുൻപിലും മാനം കെട്ടി നിൽക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അപ്പൊ എന്തായാലും നാളത്തെ പ്രമോ വിശേഷമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഒരുപാട് വൈകിപ്പോയതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത്. വീണ്ടും നാളത്തെ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.